അയ്യോ സോറി. ആമി, നീ എന്ത് പണിയാ കാണിച്ചേ? സോറി ദത്തട്ടെ, കൈ തട്ടിയതാ. സാരമില്ല സാരമില്ല സർ, ഒന്ന് വാഷ് ചെയ്താ മതി. എവിടെയാ? വാ, ഞാൻ കഴുകിത്തരാം. അയ്യോ വേണ്ട, ഞാൻ കഴുകിക്കൊള്ളാം. വാഷ്റൂം ചേച്ചി ഒന്ന് കാണിച്ചു തന്നാ മതി. വാ സുജാത, കാണിച്ചുതരാം. അയ്യോ സോറി. എന്തുവാടി ചെല്ലു. ആ താമി മോള് കലക്കി. അവളുടെ സെറ്റ് മുണ്ടിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി അവളുടെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനമാവണം. ഞാനും കൂടി വരണോ സുജാതേ? വേണ്ട ചേച്ചി. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. വാ വാ. അയ്യോ അയ്യോ, ഇത് പോയില്ലല്ലോ. ഞാൻ വാഷ് ചെയ്തിരണോ? സാരമില്ല ചേച്ചി, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴുകിക്കൊള്ളാം. സാറിനോട് പറഞ്ഞാ മതി ഞാൻ ഇറങ്ങിയെന്ന്. ഓ, ഞാൻ പറഞ്ഞോളാം. ശരി. സുജാതേ, സുജാതേ പോലെ. ഇത് മറന്നോ? ഇതും മറന്നു. അയ്യോ, സുജാത എന്താ പറയാതെ പോയേ? ആർക്കറിയാം, പോലീസുകാരുടെ കാര്യമല്ലേ, അവർക്ക് 100 കൂട്ടം ടെൻഷനല്ലേ. എന്നോട് പറയാൻ പറഞ്ഞിട്ടാ പോയെ. തല നിന്നോടെ കളിയല്ലേ. നിങ്ങൾ വിചാരിക്കും പ്രഗ്നൻസി പീരീഡിലെ ജീവിതം ഒരു നിസ്സാര കാര്യമാണെന്ന്. പക്ഷേ മെഡിക്കൽ കെയറും മെഡിസിൻസും മാത്രം പോരാതിന്. പ്രീനേറ്റൽ കെയർ ബിഫോർ പ്രഗ്നൻസി അഥവാ ഗർഭധാരണത്തിന് മുൻപുള്ള പ്രസവപൂർവ്വ പരിചരണം പോലും ഇന്നൊരു വലിയ ആരോഗ്യ വിഭാഗമാണ്. അപ്പൊ പിന്നെ പ്രഗ്നൻസിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഈശ്വര, ഞാൻ എന്താ ഈ കാണുന്നേ? 2 ഗർഭിണികൾക്ക് ഒരു അവിവാഹിത ക്ലാസ് എടുക്കുന്ന കാഴ്ചയോ? അതിനിപ്പോ ക്ലാസ് എടുക്കാൻ വിവാഹം കഴിക്കണമെന്നോ പ്രഗ്നന്റ് ആവണമെന്നോ ഒന്നും നിർബന്ധമില്ല മുത്തശ്ശി. ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർമാർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ? എന്തിന് പ്രീ മാരേജ് കൗൺസിലിംഗ് നടത്തുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇതുവരെ വിവാഹം കഴിച്ചിട്ടുണ്ടോ? നിന്നോട് വാദിച്ച് ജയിക്കാൻ ഞാനില്ല. ആട്ടെ, എന്തൊക്കെയാ ഗർഭകാലത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ആധുനിക കണ്ടുപിടുത്തങ്ങൾ? ഏതായാലും പ്രഗ്നൻസി ഒരു രോഗമാണെന്ന് കണ്ടുപിടിച്ച് 5 സ്റ്റാർ ഹോസ്പിറ്റലുകാരുടെ കാലത്തേക്കല്ല ന്യൂജൻ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇവരെ ക്ഷണിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അതൊരു മെഡിറ്റേഷൻ കലർന്ന പ്രിപ്പറേഷനാ. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ നൽകുന്ന മെഡിസിൻസ് ഇല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ്. അതെന്തുണ്ടെങ്കിലും ആകട്ടെ, ഈ പറയുന്നതൊന്നും നിങ്ങൾ പുതിയ തലമുറയുടെ കണ്ടുപിടുത്തമല്ല. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലും പ്രസവം ഒരു രോഗമാണെന്ന് പറഞ്ഞ് ആരും ആശുപത്രി കിടന്നിട്ടില്ല. ഈ ലോകത്തുള്ള മുഴുവൻ ഗർഭിണികളും വീട്ടിലാണ് പ്രസവിച്ചുകൊണ്ടിരുന്നത്. അതും അസുഖമാണെന്ന് പറഞ്ഞ് കട്ടിലിൽ കിടന്നിട്ടൊന്നുമല്ല.
അടുക്കളപ്പണിക്കിടയിലും നെല്ല് കുത്തുമ്പോഴും ഇനി ചിലരൊക്കെ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാ പ്രസവിച്ചിട്ടുള്ളത്. പേരിനൊരു വയറ്റാട്ടി ഉണ്ടെങ്കിലായി. പ്രസവിച്ചു കഴിഞ്ഞ അമ്മമാര് വിശ്രമിക്കാൻ പോവല്ല, കൊച്ചിന് പാല് കൊടുത്തുറക്കിയിട്ട് വീണ്ടും അവര് പണിയെടുക്കാൻ പോകും. അധ്വാനിച്ച ശരീരമായതുകൊണ്ട് സിസേറിയൻ നടത്തി കീറി മുറിച്ച ചരിത്രമില്ല. അന്നത്തെ ആ കാലത്തോട് മത്സരിക്കാൻ മോളിപ്പൊ ഈ പറഞ്ഞ പ്രസവ സംരക്ഷണത്തിന് പറ്റുമോ? അതിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമത്തിലാ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ്. പക്ഷേ അന്നും ഇന്നും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ആരും പഠിക്കുന്നില്ല. അതാണ് കുഴപ്പം. അന്നത്തെ ജീവിത രീതിയും ഭക്ഷണക്രമവും ആണോ ഇപ്പോ ഉള്ളത്? അന്ന് പ്രകൃതിയോട് ഇണങ്ങിയാണ് മനുഷ്യര് ജീവിച്ചിരുന്നത്. ഇപ്പൊ അങ്ങനെയാണോ? കഴിക്കുന്ന ഭക്ഷണം മുതല് ശ്വസിക്കുന്ന വായു വരെ മലിനമാണ്. കൃത്രിമത്വം ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഈ ഭൂമിയിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പൊ പിന്നെ എങ്ങനെയാ അന്നത്തെ പോലെ മനുഷ്യർക്ക് ജീവിക്കാനും പ്രസവിക്കാനും ഒക്കെ പറ്റുന്നത്? ഇന്നിപ്പോ പ്രസവം ഒരു രോഗം തന്നെയാ. പണ്ടത്തെ പോലെ 10ഉം 15ഉം ഒക്കെ പിള്ളേരെ പ്രസവിക്കാൻ ഇപ്പൊ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ഇനി തന്റെ ഇടം ഉണ്ടോ? ഇനി അഥവാ ആരെങ്കിലും തന്റെ ഇടം കാണിച്ച അവരിനി ഭൂമിയില് ജീവനോടെ ബാക്കി ഉണ്ടാവുമോ? സ്വന്തം ജീവിതം വെച്ച് കളിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? മോളിപ്പൊ ഈ പറഞ്ഞ പരിഷ്കാരത്തോടെ എനിക്ക് യോജിപ്പാ. പക്ഷേ ചെമ്പകശ്ശേരിയിലെ ഈ 2 ഗർഭിണികളെ വെച്ച് ഒരു പരീക്ഷണം നടത്താൻ ഞാൻ ഇല്ല എന്റെ അമ്മോ. എല്ലാ മാസവും ഇവര് സൂസമ്മ ഡോക്ടറിന്റെ അടുത്ത് ചെക്കപ്പിന് പോകും. അവര് കൊടുക്കുന്ന മരുന്ന് മുഴുവൻ കഴിക്കും. പ്രസവം അവര് പറയുന്ന ഹോസ്പിറ്റലിൽ തന്നെ. ഇനി ഈ കാര്യത്തിൽ ലച്ചുമോളല്ല, സാക്ഷാൽ ധന്യന്തുരി വന്ന് ക്ലാസ് എടുത്താലും ഞാൻ സമ്മതിക്കില്ല. എന്ന് വെച്ചു മോള് ക്ലാസ് മുടക്കണ്ട. പിള്ളേർക്ക് പുതിയ കുറച്ച് വെളിവുകൾ ഉണ്ടാവുമല്ലോ. നീ ഇതൊന്നും കാര്യാക്കണ്ട. അപ്പോ നമ്മൾ എവിടെ നിർത്തിയത്? ഓ, ആ ഫ്ലോ അങ്ങ് പോയി. നീ ചിരിച്ചോ? ഇനി അധിക കാലം നിന്റെ മുഖത്ത് ചിരി ഉണ്ടാവില്ല.